ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേബിൾ ലാമ്പാണ്. അപ്പോൾ നമുക്കത് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അതിനേക്കാളും മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വേറിയ പിന്നെ ലൈക്കും കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആദ്യം തന്നെ ആവശ്യമുള്ളത് 2 ബ്ലാക്ക് കളർ ചാർട്ടാണ്, പിന്നെ ഒരു ഫെവിക്കോളും. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഒന്നാമത്തെ ചാർട്ട് നിവർത്താം. എന്നിട്ട് അതിൽ രണ്ടാമത്തെ ചാർട്ട് വെച്ച് എല്ലാ എഡ്ജും കറക്റ്റാക്കി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വയ്ക്കാം. എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ പശയൊന്നും പിശുക്ക് കാണിക്കാതെ തന്നെ നല്ലോണം ഒട്ടിച്ചെടുക്കുക. പക്ഷേ ഞാനിവിടെ പിശുക്ക് കാണിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ പശ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ പിശുക്കൊന്നും കാണിക്കാതെ നല്ലോണം തന്നെ ഫെവിക്കോളൊക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗം നല്ലോണം തന്നെ പ്രസ് ചെയ്തൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. അത് നല്ല റൗണ്ട് ഷേപ്പിലുള്ളത്. പല ഷേപ്പിലുള്ളത് പറ്റില്ല, എന്ന് വെച്ചാൽ മോളിൽ നിന്ന് സൈസ് കുറഞ്ഞു വരുന്ന രീതിയിലോ അങ്ങനെയുള്ള കുപ്പികളൊന്നും പറ്റില്ല. കറക്റ്റ് ഷേപ്പായിട്ടുള്ള ഒരു കുപ്പി എടുക്കുക, അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ ഒരു കഷ്ണമായാലും മതി. അപ്പോൾ നമ്മൾ എന്നിട്ട് ഒട്ടിച്ചെടുത്ത ചാർട്ട് പേപ്പർ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പറ്റില്ല, കാരണം നമ്മളിപ്പോൾ 2 ചാർട്ട് വെച്ചാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ആ റോൾ ചെയ്തെടുക്കുക. കഷ്ടപ്പാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു ഇതിൽ നല്ലോണം തന്നെ ഒന്ന് മടക്കിയെടുക്കുക. അതിനും ഫെവിക്കോൾ നല്ലോണം തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ടത് നമുക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഇപ്പോൾ റോൾ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതാ എഡ്ജിലൊക്കെ നല്ലോണം തന്നെ പശ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ റോൾ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ വല്ല കോലിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കണ കുപ്പി അത് നമുക്ക് പുട്ടൊക്കെ കുത്തണ പോലെ കുത്തി താഴെയിടാം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ കുപ്പി പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 മൂലയ്ക്ക് നമ്മളുടെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിക്കില്ല. അപ്പോൾ അത് കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ 2 എഡ്ജും റൗണ്ട് ഷേപ്പ് അത്യാവശ്യം ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു കട്ടിങ് നൈഫാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത് പകുതിയിൽ നിന്നോ നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എഡ്ജസിലുള്ള എഡ്ജൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കത്രിക ഉപയോഗിച്ച്. അപ്പോൾ അത് ഞാനിവിടെ 2 വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ വച്ച പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് 2 റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ച് നിങ്ങൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഓട്ടിയിട്ട് കൊടുക്കുക. കാരണം നമുക്ക് അതിൽ കൂടെയാണ് വയറൊക്കെ കടത്തേണ്ടത്, മീൻസ് ലൈറ്റ് ഇടാനുള്ളതേ. ഇപ്പം നമ്മളിപ്പോൾ 2 ഓട്ട തുളച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ചാർട്ടിൻ്റെ റോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം വച്ചിരുന്ന കുപ്പി കടത്തിയിട്ട് അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് കഷ്ണം വെച്ചിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പശയോ എന്ത് പശയായാലും അതുകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബേസ്. ഇതാണ് നമ്മൾ നിലത്തിങ്ങനെ വെക്കണ ഭാഗം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2ലും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡ് പേനയാണ് എടുത്താണ്. ബ്ലാക്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വൈറ്റ് ഒന്നുമില്ല, മീൻസ് വൈറ്റ്നറൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെഡ് എടുത്താണ്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് നല്ലോണം തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് അതിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് നമ്മളിപ്പോൾ വരച്ചേക്കണത്. ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മുടെ കയ്യിൽ വൈറ്റ് പേനില്ലാത്ത കാരണം. അപ്പോൾ നമുക്കത് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് അത് വെട്ടിയെടുക്കാം, നമ്മൾ വരച്ചേക്കണത്. അത് ഞാൻ നല്ലോണം തന്നെ അത് സൂക്ഷിച്ചൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈന്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വരച്ച് വെട്ടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് രണ്ടിലും അതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തപ്പോൾ നിലത്തൊക്കെ അമർന്ന് നമ്മുടെ മുകളിലത്തെ റൗണ്ട് ഷേപ്പൊക്കെ പോയി. അപ്പോൾ ഒന്നും കൂടി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം എഡ്ജൊക്കെ. അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കതിൽ ലൈറ്റ് ഇട്ട് നോക്കാം.